മെഷീനാണ് 900 വാട്ട്സിൻ്റെ. ഇത് ഇപ്പം നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് ജസ്റ്റ് ഇൻറ്റേർണൽ പാർട്സൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് ഒന്ന് കാണിക്കാം. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞ് അതിൻ്റെ പാർട്സ് റീപ്ലേസ് ചെയ്യുന്നത് കാണിക്കാം. അപ്പം നമ്മളിത് ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൻ്റെ ടോപ്പ് കവർ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഇൻറ്റേർണൽ പാർട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളതിൻ്റെ ലിക്വിഡ് ഒഴിക്കുന്ന ഇതിൻ്റെ കവറ് ക്യാപ്പ് ഓപ്പൺ ചെയ്ത് ബാക്ക് സൈഡ് കവറിന് സ്ക്രൂകളുണ്ടല്ലോ, സ്ക്രൂ എല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പം ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഇൻറ്റേർണൽ പാർട്സുകളാണ് കാണുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് ഒരു 3 കമ്പോണൻസാണ് വരുന്നത്. അതിൽ ഒരു പമ്പ്, പിന്നെ നമ്മുടെ ഹീറ്റിംഗ് കോയിൽ കാണുന്നതാണ് പമ്പ്. ഈ പമ്പാണ് നമ്മുടെ ഫോഗിൻ്റെ ഫ്ലൂയിഡ് ഹീറ്ററിലേക്ക് പമ്പ് ചെയ്ത് കയറ്റുന്നത്. അതാണ് ആ പൈപ്പിൽ കൂടെ ഉള്ളിലേക്ക് പമ്പ് ചെയ്യുക. ആ 2 ഹീറ്റർ കോയിലിൻ്റെ പോയിൻറ്റുകളാണ് ഈ കാണുന്നത്. ഇത് ഹീറ്റിംഗ് കോയിലാണ്. ഹീറ്റിംഗ് കോയിലിനുള്ളിലേക്കാണ് നമ്മൾ ഈ ഫോഗ് ലിക്വിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇതൊരു തെർമോസ്റ്റാറ്റാണ് ഈ ഹീറ്ററിൻ്റെ കോയിലിൻ്റെ ഹീറ്റ് കൺട്രോൾ ചെയ്യുന്നത്. ഈ ട്യൂബ് ഇതിനുള്ളിലേക്ക് കടത്തി വെച്ചിരിക്കും. അതിനുള്ളിലാണ് നമ്മൾ ഫോഗ് ലിക്വിഡ് ഫില്ല് ചെയ്യുന്നത്. ഈ ഫോഗ് ലിക്വിഡ് പമ്പ് സക്ക് ചെയ്തെടുത്ത് ഹീറ്റിംഗ് കോയിലിലേക്ക് പമ്പ് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. കറക്റ്റ് ടെമ്പറേച്ചർ അച്ചീവ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് തെർമോസ്റ്റാറ്റ് കട്ടാകും. അതിന് ശേഷമേ നമ്മുടെ പമ്പ് വർക്ക് ചെയ്യത്തുള്ളൂ. നമ്മുടെ പമ്പ് വർക്ക് ചെയ്ത് ഹീറ്ററിനകത്തോട്ട് ലിക്വിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് ചൂടായിട്ട് വേപ്പറൈസ് ചെയ്ത് ഫോഗായിട്ട് സ്പ്രേ ചെയ്യും. ഇതാണ് ഇതിൻ്റെ നോർമൽ വർക്കിംഗ്. ഇപ്പം ഇവിടുത്തെ ഫാൾട്ടായിട്ടുള്ള കമ്പോണൻ്റ് എന്ന് വെച്ചാൽ ഈ തെർമോസ്റ്റാറ്റാണ്. ഈ തെർമോസ്റ്റാറ്റ് ഒടിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തെർമോസ്റ്റാറ്റ് വർക്ക് ചെയ്യുന്നില്ല. തെർമോസ്റ്റാറ്റ് ക്യാപ്പിലറി ടൈപ്പ് തെർമോസ്റ്റാറ്റാണ്. ഇതിനകത്തൊരു ട്യൂബും അതിൻ്റെ അറ്റത്ത് വേറെ ഒരു ലിക്വിഡ് ഫില്ല് ചെയ്തേക്കും. ആ ലിക്വിഡ് ഹീറ്റാകുമ്പോൾ പ്രഷറൈസ് ചെയ്ത് തെർമോസ്റ്റാറ്റിലേക്ക് തള്ളി അത് ഓഫ് ചെയ്യുകയും ഓണാക്കുകയും ചെയ്യും. അതാണ് ഈ തെർമോസ്റ്റാറ്റിൻ്റെ ധർമ്മം. ഇപ്പോൾ ഇതിൻ്റെ കേസിൽ ഇതിൻ്റെ തെർമോസ്റ്റാറ്റിൻ്റെ എൻഡിലെ ആ ലിക്വിഡ് ഫില്ലായിരുന്ന ഭാഗം പൊട്ടി മാറിയിരിക്കുകയാണ്. അപ്പം ഇതിന് പുതിയ പീസ് നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഇതിൻ്റെ പമ്പൊക്കെ വർക്കിംഗ് ആണ്. അപ്പം നമ്മൾ പുതിയ തെർമോസ്റ്റാറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ തെർമോസ്റ്റാറ്റിൻ്റെ എൻഡിലെ ആ ട്യൂബ് കണ്ടോ, നമ്മളെ പഴയതിൻ്റെ ആണെങ്കിൽ അത് ഉള്ളിൽ ഒടിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് പുതിയ തെർമോസ്റ്റാറ്റാണ്. ഇതേപോലെ അതിൻ്റെ അറ്റത്തും ഉണ്ടായിരുന്നു, അത് ഒടിഞ്ഞ് വിട്ടുപോയി. അപ്പോൾ ഇത് നമ്മൾ ആ ഹീറ്റിംഗ് കോയിലിനുള്ളിലേക്ക് കടത്തി വെച്ചിട്ട് വയറിൻ്റെ കണക്ഷനും കൊടുത്ത് ഇതിനി വീണ്ടും വർക്കിംഗ് കണ്ടീഷനാകും. നമ്മൾ തെർമോസ്റ്റാറ്റിൽ നമ്മുടെ ടെമ്പറേച്ചർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. തെർമോസ്റ്റാറ്റിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്ന നോബാണ് ആ ഫ്രണ്ടിൽ കാണുന്നത്. അത് നമ്മൾ തിരിക്കുന്നതനുസരിച്ച് നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാം. ഇത് ഉപയോഗിച്ച് 320 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ തെർമോസ്റ്റാറ്റ് ഉപയോഗിച്ച്. തെർമോസ്റ്റാറ്റ് ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ അറ്റത്തെ അഗ്രഭാഗം നമ്മൾ ഇതിനുള്ളിലേക്ക് കടത്തി വെക്കണം. ഹീറ്റർ കോയിലിൻ്റെ ഒരു ട്യൂബുണ്ട്, അതിനുള്ളിലേക്ക് അത് കടത്തി വെക്കണം. അതിനുശേഷം ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതൊരു സേഫ്റ്റിക്കുള്ള ഒരു സ്വിച്ചാണ്. തെർമോസ്റ്റാറ്റ് സ്വിച്ച് തന്നെയാണിത്. അഥവാ ഇൻ കേസ് ഹെവി ആയിട്ട് ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ അതും കട്ടാവും. ഒരു സേഫ്റ്റിക്ക് വേണ്ടി കൊടുത്തേക്കാണ്. ഇൻ കേസ് തെർമോസ്റ്റാറ്റ് കട്ടാവാതിരുന്നാലും ഇതൊരു 180 ഡിഗ്രിയുടെയാണ്. 180 ഡിഗ്രി ടെമ്പറേച്ചർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ സ്വിച്ചും ഓഫായി മെഷീൻ സേഫായിട്ട് വർക്ക് ചെയ്യും. ഇനി നമുക്ക് ജസ്റ്റ് ഓണാക്കി ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളതിനെ പവർ കോഡ് കണക്ട് ചെയ്യുകയാണ്. ഇതാദ്യം നമ്മൾ പവർ ചെയ്യുമ്പം നമ്മൾ ഹീറ്റിംഗ് കോയിൽ ആദ്യം ഓണാവുകയും അത്
വേണ്ടുന്ന ടെമ്പറേച്ചറിൽ എത്തിക്കഴിയുമ്പോൾ അത് കട്ടാവും. കട്ടായതിന് ശേഷമേ നമ്മുടെ പമ്പ് ഓൺ ആകത്തുള്ളൂ. അങ്ങനെയാണ് ഇതിൻ്റെ സർക്യൂട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ കൂടെ ഒരു റിമോട്ട് വയർഡ് റിമോട്ട് വരുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ കയ്യിലില്ല. അതിന് പകരം നമ്മൾ ഇവിടെ ആ റിമോട്ടിൻ്റെ പോയിന്റിൽ ഒരു വയർ വെച്ച് ഷോർട്ട് ചെയ്ത് സ്വിച്ചായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്കിത് ടെമ്പറേച്ചർ ആയിട്ട് തെർമോസ്റ്റാറ്റ് കട്ടാവുന്ന പോയിന്റ് വരെ നോക്കാം. അപ്പോൾ അത് ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തെർമോസ്റ്റാറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ ആ റിമോട്ടിൻ്റെ പോയിന്റിൽ ഷോർട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ തെർമോസ്റ്റാറ്റ് കട്ടായ ഉടനെ നമ്മുടെ ഫോഗ് മെഷീൻ പമ്പ് ഓണായിട്ട് ലിക്വിഡ് സ്പ്രേ ചെയ്ത് തുടങ്ങി. അപ്പം ഫോഗ് വന്ന് തുടങ്ങി. സ്മോക്ക് പമ്പ് സക്ക് ചെയ്ത് ഹീറ്ററിലേക്ക് സ്പ്രേ ചെയ്ത് ഫോഗ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മെഷീൻ വർക്ക് ചെയ്ത് തുടങ്ങി. ഇനി ഇത് നമുക്ക് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഫുള്ള് അടപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാം. ഈ മെഷീനകത്ത് മെയിനായിട്ട് ഇത്രയും കമ്പോണൻസേ ഉള്ളൂ. ഇതിനകത്ത് മെയിനായിട്ട് കംപ്ലൈൻറ്റ് വരുന്നത് തെർമോസ്റ്റാറ്റ് വരാറുണ്ട്. കോയിൽ അങ്ങനെ കംപ്ലൈൻറ്റ് വരാറില്ല. പിന്നെ പമ്പ് ഡാമേജ് ആവാറുണ്ട്. അപ്പം പമ്പും എല്ലാ സാധനവും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് തന്നെ. അപ്പം വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇത് റിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ പമ്പും എല്ലാം നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ സുലഭമായിട്ട് കിട്ടുന്ന ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ ഹീറ്റിംഗ് കോയിൽ ഒരു 500 രൂപയ്ക്കകത്ത് വില വരും. പമ്പ് ഒരു 600-700 റേഞ്ച് മാക്സിമം. സ്മോക്ക് നല്ല രീതിയിൽ സ്മോക്ക് വരുന്നുണ്ട്. ലിക്വിഡ് കുറച്ച് കുറവാണ്. അതായത് കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.